പ്രശാന്ത് ഏട്ടാ, പശ്ചിമ ബംഗാളിൽ മമതാ സർക്കാരിന് നേരെ വലിയ രീതിയിലുള്ളൊരു വിമർശനം ഉന്നയിച്ചിരിക്കുകയാണ് സുപ്രീം കോടതി. അതായത് മതാടിസ്ഥാനത്തിൽ നൽകുന്ന സംവരണം അത് ഒരിക്കലും സാധ്യമാവില്ല, അങ്ങനെ ചെയ്യുന്നത് തെറ്റാണെന്നാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. എന്താണ് ഇങ്ങനെ പറയാനുണ്ടായ കാരണം? എന്താണ് ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ? അതെ, മതാടിസ്ഥാനത്തിൽ സംവരണം നൽകാനാകില്ല, അത് ഭരണഘടനാ വിരുദ്ധമാണെന്നാണ് സുപ്രീം കോടതിയുടെ നിരീക്ഷണം. മമതാ സർക്കാർ കൊടുത്തൊരു അപ്പീലിന്മേലാണ് സുപ്രീം കോടതി ഈ നിരീക്ഷണം നടത്തിയിരിക്കുന്നത്. അതായത് 2010 OBC വിഭാഗങ്ങൾക്ക് സംവരണം, OBC വിഭാഗങ്ങളുടെ സംവരണത്തിൽ 77 വിവിധ OBC വിഭാഗങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പട്ടിക തയ്യാറാക്കിയിരുന്നു സർക്കാർ. അതിന്മേൽ 12 ലക്ഷം സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു. ഇതിനെതിരെ കൽക്കട്ട ഹൈക്കോടതിയിൽ ഒരു കേസ് നടപ്പുണ്ടായിരുന്നു. ആ കേസിൽ ഈ 12 ലക്ഷം സർട്ടിഫിക്കറ്റുകളും റദ്ദ് ചെയ്തുകൊണ്ട് ഹൈക്കോടതി ഈ മതാടിസ്ഥാനത്തിൽ OBC ലിസ്റ്റിൽ ഉൾപ്പെട്ടവരെ സംവരണം കൊടുക്കാനാകില്ല എന്ന് പറഞ്ഞ് ഒരു വിധി വന്നു. അതിലാണ് ഈ 12 ലക്ഷം സർട്ടിഫിക്കറ്റുകളും കോടതി റദ്ദ് ചെയ്തത്. ഇതിനെതിരെ കപിൽ സിബിൽ വഴി ഒരു അപ്പീൽ സമർപ്പിച്ചു സുപ്രീം കോടതിയിൽ മമതാ സർക്കാർ. അതായത് സമാനമായൊരു കേസ് ആന്ധ്രയിലുണ്ടായിരുന്നു. ആന്ധ്രയിൽ ഇതുപോലെ അവിടെ മുസ്ലിങ്ങൾക്ക്, ഇത് പ്രധാനമായിട്ടും മുസ്ലിം വിഭാഗത്തെ OBCയിൽ ഉൾപ്പെടുത്തി എന്നുള്ളതാണ് അവിടുത്തെ വിഷയം. കാരണം ഒരു മതവിഭാഗത്തിന് OBCയിൽ പെടുത്തി സംവരണം കൊടുക്കാനാകില്ല എന്നുള്ളതാണ് അതിൽ കാതലായ വിഷയം. അപ്പോൾ ഇത് ആന്ധ്രയിലും ഇങ്ങനെ സംഭവിച്ചു. ആന്ധ്രയിലും മുസ്ലിം വിഭാഗത്തെ, മുസ്ലിം മതവിശ്വാസികളെ OBCയിൽ ഉൾപ്പെടുത്തി അവർക്ക് സംവരണം കൊടുക്കുന്ന ആ രീതിയിലുള്ളൊരു നിയമം കൊണ്ടുവന്നു അവിടുത്തെ സംസ്ഥാന സർക്കാർ. അത് റദ്ദ് ചെയ്തുകൊണ്ട് ആന്ധ്രാപ്രദേശ് ഹൈക്കോടതി ഒരു വിധി പുറപ്പെടുവിച്ചു. അതിനെതിരെ സുപ്രീം കോടതിയിൽ കേസ് പോയി ആന്ധ്ര സർക്കാർ. അപ്പോൾ ആ കേസിൽ സുപ്രീം കോടതി ആന്ധ്ര ഹൈക്കോടതിയുടെ വിധിയെ സ്റ്റേ ചെയ്തു. ആ വിധി സ്റ്റേ ചെയ്തിട്ട് കേസിൽ വാദം കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെയും അതുപോലെ ഹൈക്കോടതി വിധി, കൽക്കട്ട ഹൈക്കോടതിയുടെ വിധി സ്റ്റേ ചെയ്യണം എന്നാണ് മമത ആവശ്യപ്പെട്ടിരിക്കുന്നത്. സ്റ്റേ ചെയ്തിട്ട് വാദം കേട്ട് സുപ്രീം കോടതിക്ക് തീരുമാനിക്കാമല്ലോ. ഇതാണ് ഇപ്പോൾ നമുക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്. അപ്പോൾ ഈ ഒരു കാര്യം സുപ്രീം കോടതി പറഞ്ഞത്, ഇവിടെ സ്റ്റേ ഒന്നും കൊടുത്തില്ല, പക്ഷെ സുപ്രീം കോടതി വളരെ കൃത്യമായിട്ട് പറഞ്ഞു. എന്താ പറഞ്ഞത്? മതാടിസ്ഥാനത്തിൽ സംവരണം കൊടുക്കുക സാധ്യമല്ല, അത് ഭരണഘടനാ വിരുദ്ധമാണ്. എന്തെങ്കിലും ഇത് സമാനമായ രീതിയിൽ സുപ്രീം കോടതി നേരത്തെയും ഒരു നിരീക്ഷണം നടത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു, അല്ലെ? അതെന്താണത്? അതായത് ചെന്നൈയിൽ ഒരു സ്ത്രീ, അവർ മതം മാറി, അവരുടെ അച്ഛനും അമ്മയും ഒക്കെ മതം മാറിപ്പോയ പട്ടികജാതി വിഭാഗത്തിലുള്ള ആൾക്കാരാണ്. അവർ ക്രിസ്തുമതം സ്വീകരിച്ചതിന് ശേഷം, അതായത് അച്ഛൻ ക്രിസ്തുമത വിശ്വാസിയും അമ്മ ഈ ഔദ്യോഗികമായി മതം മാറിയില്ല, ഹിന്ദുമതത്തിൽ തന്നെ തുടർന്നു, പട്ടികജാതിക്കാരിയായിട്ട് തന്നെ തുടർന്നു. പക്ഷേ ഇവരുടെ ആചരണങ്ങളും ഇതുമെല്ലാം, അവരുടെ ജീവിത രീതിയെല്ലാം ക്രിസ്തുമത വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു. അവർക്ക് ഇതുപോലൊരു ജോലിയുടെ ഇത് വന്നപ്പോൾ, സർക്കാർ ജോലിക്ക് സംവരണാടിസ്ഥാനത്തിൽ ആ ജോലി കിട്ടണം. അങ്ങനെ അവർ അത് ശ്രമിച്ചു. അതിന് ആ കേസ് പല ഘട്ടങ്ങളും കടന്ന് സുപ്രീം കോടതിയിൽ എത്തിയപ്പോഴാണ് സുപ്രീം കോടതി പറഞ്ഞത് അത് സാധ്യമല്ല. നിങ്ങൾ ക്രിസ്തുമതത്തിലേക്ക് മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ക്രിസ്തുമതം അനുസരിച്ച് നിങ്ങൾ ജാതി സംവരണത്തിന് അർഹരല്ല, ഭരണഘടന അത് അനുവദിക്കുന്നില്ല എന്ന് സുപ്രീം കോടതി നേരത്തെയും ഒരു നിരീക്ഷണം നടത്തിയിരുന്നു. ആ നിരീക്ഷണം ഇവിടെയും ബാധകമാണ്. അത് ഒരു പ്രത്യേക മതത്തിനോട് മാത്രമല്ലല്ലോ പറയുന്നത്, ഭരണഘടനയെ അടിസ്ഥാനപ്പെടുത്തിയല്ലേ പറയുന്നത്. അപ്പോൾ ന്യൂനപക്ഷ വിഭാഗങ്ങളിലേക്കും ആ മതങ്ങളിലേക്ക് മതം മാറിയവർക്ക് ഉൾപ്പെടെ ജാതി സംവരണം കിട്ടില്ല എന്നാണ് സുപ്രീം കോടതി പറഞ്ഞത്. വളരെ ശരിയുമാണ്. കാരണം മതം മാറുന്നതോടുകൂടി ഹിന്ദുമതത്തിലെ ഇന്ന ജാതിയിൽ പെട്ടിരുന്ന ഒരാൾ ക്രിസ്തുമതമോ ഇസ്ലാം മതമോ ബുദ്ധമതമോ ജൈനമതമോ ഒക്കെ സ്വീകരിക്കുമ്പോൾ അവരുടെ ഈ ജാതി സ്വത്വം കൂടി നഷ്ടപ്പെടുകയാണ്. പിന്നെ അതിനകത്തൊന്നും ജാതിയില്ല. അവിടെ ജാതി ഇല്ലാത്ത സ്ഥിതിക്ക് ഈ മതപരിവർത്തനം അവരിലെ നേരത്തെ ഉണ്ടായിരുന്ന ജാതി അനുകൂലമായ അല്ലെങ്കിൽ ജാത്യാനുകൂല്യങ്ങൾ കിട്ടുന്നതിന് തടസ്സമാണ്. അത് കിട്ടില്ല. സുപ്രീം കോടതി അതാണ് പറഞ്ഞത്. ഭരണഘടന അനുസരിച്ച് അത് ചൂണ്ടിക്കാണിച്ചു. ഇത് മുമ്പ് കേരളത്തിൽ ഇത് സംഭവിച്ചിട്ടുണ്ട്. മതം മാറിയ ഒരാൾ താൻ മുമ്പ് ഇന്ന ജാതിയിലായിരുന്നു, അതുകൊണ്ട് ആ ജാതിക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ തനിക്കും കിട്ടണം എന്നാവശ്യപ്പെട്ട് ഇതുപോലെ ശ്രമിച്ചിരുന്നു. അവിടെയും കോടതി കൃത്യമായ വിധി പറഞ്ഞു, മതാടിസ്ഥാനത്തിലല്ല സംവരണം, ജാതി അടിസ്ഥാനത്തിൽ ഹിന്ദുമതത്തിനകത്ത് മാത്രമേ ഈ സംവരണ ആനുകൂല്യം ഉള്ളൂ. അതുകൊണ്ട്
മതം മാറിക്കഴിഞ്ഞാൽ സംവരണാനുകൂല്യങ്ങൾ നഷ്ടമാകും എന്ന് കോടതി അവിടെയും പറഞ്ഞിരുന്നു. പക്ഷെ നിലവിൽ ഹിന്ദുക്കൾക്ക് മാത്രമല്ലല്ലോ സംവരണം ലഭിക്കുന്നത്, OBC വിഭാഗത്തിൽപ്പെട്ട അതെ, മുസ്ലിങ്ങൾക്ക് അടക്കം കിട്ടുന്നുണ്ടല്ലോ. അതെ, തീർച്ചയായിട്ടും. അതായത് നമ്മുടെ ഭരണഘടനാ നിർമ്മാതാക്കൾ ഭരണഘടന രൂപീകരിച്ച കാലത്ത് തന്നെ സംവരണത്തിനൊരു കാലം നിശ്ചയിച്ചിരുന്നു. 10 വർഷമാണ് അവർ നിശ്ചയിച്ചിരുന്നത്. അതെങ്ങനെ? പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കായിരുന്നു സംവരണം. ഇത് ഇവർ സമൂഹത്തിൽ ദുർബലരായിപ്പോയി, താഴെത്തട്ടിൽ അടിച്ചമർത്തപ്പെട്ടു, അവർക്ക് സാമൂഹികമായ മുന്നേറ്റം സാധ്യമല്ല, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അവർ അനുഭവിച്ചിരുന്നു അല്ലേ? ഈ അസ്പൃശ്യത, തീണ്ടല്, തൊടിയിൽ, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ അവർ നേരിട്ടിരുന്നു. അപ്പോൾ അതിനെ മറികടന്ന് അവരെ ശാക്തീകരിക്കാൻ, ഈ അവശ വിഭാഗങ്ങളെ, ജാതീയമായി പിന്തള്ളപ്പെട്ടു പോയ, സാമൂഹിക ക്രമത്തിൽ പിന്തള്ളപ്പെട്ടു പോയ അവശ വിഭാഗങ്ങളെ ശാക്തീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഭരണഘടനയ്ക്ക് രൂപം നൽകിയ മഹാന്മാരായ ആൾക്കാർ ജാതി സംവരണം കൊണ്ടുവന്നത്. അത് അവർ പറഞ്ഞു ഒരു നിശ്ചിത കാലത്തേക്ക് ഇത് പാടുള്ളൂ, മാത്രമല്ല ഇത് 50% കൂടാനും പാടില്ല. സംവരണം ഒരിക്കലും, കാരണം അത് ഒരു വലിയ വിഭാഗം ജനറൽ കാറ്റഗറിയെയും ബാധിക്കും. അവിടെ അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് വേണം ഇത് കൈകാര്യം ചെയ്യാൻ. ഇതിനൊരു കാലപരിധിയുണ്ട്, അത് കടന്നു പോകാതെ സർക്കാർ നോക്കണം എന്നെല്ലാം പറഞ്ഞാണ് അവരിത് കൊണ്ടുവന്നത്. അത് സുപ്രീം കോടതി പല വിധികളിലും ഈ കാര്യം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഈ സംവരണം പുനഃപരിശോധിക്കേണ്ടതാണ് എന്നൊക്കെ പറഞ്ഞു. കഴിഞ്ഞ ദിവസം ഇവിടെ കൊച്ചിയിൽ റിട്ടയർഡ് ജസ്റ്റിസ് രോഹിൻടൺ നരിമാൻ അദ്ദേഹം വന്ന് ഈ കാര്യം ഒരു യോഗത്തിൽ സംസാരിക്കുമ്പോൾ ഈ കാര്യം ചൂണ്ടിക്കാട്ടി. ഇത് സുപ്രീം കോടതിയും ഭരണഘടനാ നിർമ്മാതാക്കളും ഒക്കെ മുമ്പ് പറഞ്ഞ കാര്യങ്ങളൊക്കെ അദ്ദേഹം അവിടെ വിശദീകരിച്ചു. ഇത് ഇവിടെ നമുക്ക് വാസ്തവത്തിൽ ഇത് സമൂഹം വലിയ തോതിൽ വളരെ ആഴത്തിൽ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം കൂടിയാണ്. അപ്പോൾ ഇവിടെ ഈ പറഞ്ഞതുപോലെ ഈ 10 വർഷത്തെ കാലയളവ് പിന്നാലെ വന്ന സർക്കാരുകളെല്ലാം നീട്ടി കൊണ്ടുപോയി. സ്വാതന്ത്ര്യം കിട്ടി 75 വർഷം കഴിഞ്ഞിട്ട് ഇപ്പോഴും നമ്മൾ സംവരണത്തിൽ നിൽക്കുകയാണ്. മാത്രമല്ല ഈ സംവരണത്തിൻ്റെ തോതിൽ വലിയ മാറ്റം വരുത്തി. ഇന്ദിരാഗാന്ധിയുടെയും മറ്റും കാലത്തൊക്കെ വലിയ തോതിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. ഇതിനകത്ത് ഈ മറ്റ് പിന്നാക്ക വിഭാഗങ്ങളെന്ന് പറഞ്ഞ് OBC, അതർ ബാക്ക്വേർഡ് ക്ലാസ്സിനെ കൂടെ ഉൾപ്പെടുത്തി. അവർക്കും ഇപ്പം സംവരണമുണ്ട്. അതിനകത്താണ് ഈ മുസ്ലിങ്ങൾ പെട്ടിരിക്കുന്നത്. 1993 ന്യൂനപക്ഷ കമ്മീഷന്റെ ഒരു തീരുമാനത്തെ മറികടന്നുകൊണ്ടാണ് 2010 ബംഗാളിൽ ഈ മുസ്ലിങ്ങളെ ഉൾപ്പെടുത്തി സംവരണത്തിൽ ഉൾപ്പെടുത്തുന്ന ഒരു കാര്യം കൊണ്ടുവന്നത്. അതെ, അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിയമവിരുദ്ധമാണെന്നാണ് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ആന്ധ്ര ഹൈക്കോടതിയും ആന്ധ്ര സർക്കാരിന്റെ നടപടിയെ റദ്ദാക്കിയത് ആ 93 പിന്നാക്ക വിഭാഗ കമ്മീഷന്റെ ശുപാർശയും ഉത്തരവും അതിന് സർക്കാർ കൊടുത്ത നിയമസാധുതയും എല്ലാം വെച്ചുകൊണ്ടാണ്. ഇത് തന്നെയാണ് കൽക്കട്ട ഹൈക്കോടതിയും പിന്തുടർന്നത്. 2010 ശേഷം 77 പുതിയ OBC വിഭാഗങ്ങളെ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. OBC പട്ടിക വിഭാഗങ്ങളെ അവരെ ഉൾപ്പെടുത്തി പുനഃസംഘടിപ്പിച്ചു. കൂടുതലും ഭൂരിപക്ഷവും കയറിയിരിക്കുന്നത് മുസ്ലിം വിഭാഗങ്ങളും അതിനകത്തുണ്ട്. മുസ്ലിങ്ങൾ മാത്രമല്ലല്ലോ, ഹിന്ദുക്കളിൽ തന്നെ ഈ അതർ ബാക്ക്വേർഡ് ക്ലാസ് എന്ന് പറയുന്ന ഭൂരിപക്ഷവും മുസ്ലിങ്ങളാണെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അത് നമുക്ക് പരിശോധിക്കേണ്ടതാണ്. ശരിയായിരിക്കും ചിലപ്പോൾ. കാരണം ഈ ബംഗാളിൽ ഏതാണ്ട് 27-28% ന്യൂനപക്ഷങ്ങളുണ്ട്. അപ്പോൾ ഈ ഇത്രയും ന്യൂനപക്ഷങ്ങൾ ഉള്ളത് കൊണ്ടും അവർ വളരെ പിന്നിലാണെന്നൊക്കെ പറഞ്ഞാണ് മമതാ സർക്കാർ ഈ അപ്പീൽ കപിൽ സിബിൽ വഴി കൊടുത്തിരിക്കുന്നത്. കപിൽ സിബിലും അത് ചൂണ്ടിക്കാണിക്കുകയും വാദിക്കുകയൊക്കെ ചെയ്തു. പക്ഷെ കോടതി അത് വലിയ രീതിയിൽ അതിന് ഗൗരവം കൊടുത്തിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സംവരണത്തിന്റെ ഒരു അടിസ്ഥാന ആശയം എന്ന് പറയുന്നത് സമൂഹത്തിലുള്ള സമത്വം ഉറപ്പാക്കുക, അതുപോലെ തുല്യതയില്ലായ്മയെ എടുത്തു കളയുക, ഉച്ചനീതിത്വങ്ങളൊക്കെ ഒഴിവാക്കുക തുടങ്ങിയ കാര്യങ്ങളാണ്. അപ്പൊ അങ്ങനെ ഒരു ആശയമാണ് അതിൽ കുടികൊള്ളുന്നത് എന്നിരിക്കെ മുസ്ലിങ്ങൾ ഇതിൽ വരുന്നതിൽ എന്താണ് കുഴപ്പം? അല്ല, അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ പറഞ്ഞതിനെല്ലാം നമുക്ക് മറ്റു പല പോംവഴികളും കണ്ടെത്താം, പരിഹാരം കണ്ടെത്താം. ഇപ്പോൾ സാമ്പത്തികമായ സംവരണം ഏർപ്പെടുത്തിയാൽ, സാമ്പത്തിക സഹായം കൊടുക്കുന്നത് ഒക്കെ ഏർപ്പെടുത്തിയാൽ, ഈ പറയുന്നത് പോലെ ഇപ്പം മുന്നാക്ക ജാതിയിൽപ്പെട്ട ആൾക്കാർക്ക്, സാമ്പത്തികമായി പിന്നിൽ നിൽക്കുന്നവർക്ക് ഇപ്പോൾ സംവരണമുണ്ട്, സാമ്പത്തിക സംവരണമാണത്. ഇവിടെ അതല്ല, ഇവിടെ വളരെ കൃത്യമാണ്. സോഷ്യൽ ഹൈറാർക്കി എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയും. ഒരു സാമൂഹിക ഘടനയിൽ ജാതീയമായി പിന്നിലായി പോയവർ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, എത്ര ചരിത്രപരമായി ജാതീയമായി പിന്നിലായി പോയവർ. ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മുടെ ഡോക്ടർ പൽപ്പു, അദ്ദേഹം വലിയ വിദ്വാനായിരുന്നു, പക്ഷെ ജാതീയമായ അധിക്ഷേപം നേരിട്ടയാളാണ്. അതുപോലെ പണ്ഡിറ്റ് കറുപ്പൻ, അദ്ദേഹം പട്ടിക വിഭാഗത്തിൽപ്പെടുന്ന ആളാണ്, അദ്ദേഹവും ജാതീയമായ തീണ്ടലും തൊടിയിലും ഒക്കെ അനുഭവിച്ചയാളാണ്. അയ്യങ്കാളി വലിയ മഹാനായിരുന്നു, സാമൂഹിക പരിഷ്കർത്താവായിരുന്നു, പക്ഷെ അദ്ദേഹത്തെ മാറ്റി നിർത്തപ്പെട്ടത് എവിടെയാണ്? അദ്ദേഹത്തിൻ്റെ വിഭാഗവും മാറ്റി നിർത്തപ്പെട്ടത് ഈ സോഷ്യൽ ഹൈറാർക്കി, സാമൂഹിക ഘടനയുടെ അടിസ്ഥാനത്തിൽ താഴ്ന്ന ജാതിക്കാരനാണെന്ന് പറഞ്ഞുകൊണ്ടാണ്.
അവരെ ശാക്തീകരിക്കാനും അവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ എത്തിക്കാനും വേണ്ടിയിട്ടാണ് സംവരണം കൊണ്ടുവന്നത്. നോക്കൂ, വളരെ കൃത്യമാണ്. സംവരണം കൊണ്ടുവന്നിരിക്കുന്നത് ജാതി അടിസ്ഥാനത്തിലാണ്, അതൊരിക്കലും മതത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല. അപ്പോൾ ഈ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളെ ശാക്തീകരിക്കുന്നതിന് വേണ്ടി, അവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൈപിടിച്ചുയർത്തുന്നതിന് വേണ്ടി, സാമൂഹിക സമത്വം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒക്കെയാണ്. അല്ലാതെ അവരെ സാമ്പത്തികമായി ശക്തിപ്പെടുത്തുന്നതിനല്ല. അതിന് സ്വാഭാവികമായിട്ട് ഇതുണ്ടാകുമ്പോൾ അതും വന്നുകൊള്ളും. ഇവിടെ വളരെ കൃത്യമായിട്ട് ഭരണഘടനാ നിർമ്മാതാക്കൾ ഈ പറയുന്ന ഒരു എന്താ പറയുക, സമൂഹത്തിൻ്റെ താഴെ തട്ടിലേക്ക് വീണുപോയവരെ, ദുർബലരായി പോയവരെ ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ സംവരണം കൊണ്ടുവന്നത്. അതിനെ ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് അങ്ങനെ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ സംവരണം കൊടുക്കണമെങ്കിൽ അതിന് പുതിയ നിയമം നിർമ്മിക്കണം. ഇതാണ് വേണ്ടത്. അതിന് പകരം ഈ ജാതി സംവരണത്തിൻ്റെ അടിസ്ഥാനം വെച്ചുകൊണ്ട് അതിനകത്തേക്ക് ഇതിനെ തിരികെ കയറ്റി സംവരണം കൊടുക്കരുത്. ഇതാണ് സുപ്രീം കോടതി ഇവിടെ ലളിതമായി പറഞ്ഞിരിക്കുന്നത്. വിധി വന്നിട്ടില്ല. പക്ഷേ നിരീക്ഷണം കണ്ണു തുറപ്പിക്കുന്ന നിരീക്ഷണമാണ്. തീർച്ചയായിട്ടും നമ്മുടെ ഈ ഇന്ത്യയിലെ സംസ്ഥാന സർക്കാരുകൾ പുനർവിചിന്തനം ചെയ്യേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു. പ്രത്യേകിച്ചും ബംഗാളിലടക്കം തിരഞ്ഞെടുപ്പ് കാലങ്ങളിൽ മറ്റ് അയൽ രാജ്യങ്ങളിൽ നിന്നടക്കം ചില ആളുകളെ ഇറക്കുമതി ചെയ്ത് വോട്ട് ചെയ്യിപ്പിക്കുന്നു എന്ന് പറയുന്ന ആരോപണങ്ങളടക്കം വന്നിട്ടുണ്ട്. അതൊക്കെ വലിയ തോതിൽ അന്വേഷണമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളാണ്. ബംഗ്ലാദേശിൽ നിന്നും മറ്റും അനധികൃതമായിട്ട് ഇങ്ങോട്ട് നുഴഞ്ഞു കയറി വ്യാജമായ വോട്ടർ ID കാർഡൊക്കെ ഉണ്ടാക്കി കൊടുത്ത് അവരെ കൊണ്ട് വോട്ട് ചെയ്യിപ്പിച്ച് മമത നേട്ടം കൊയ്യുന്നതായിട്ടൊക്കെ ഒരുപാട് ആക്ഷേപങ്ങൾ ഉയർന്നിട്ടുള്ളതാണ്. BJP ഉൾപ്പെടെ അത് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും അതൊക്കെ നിൽക്കട്ടെ, അതല്ല ഇവിടുത്തെ വിഷയം. സംവരണമാണ് വിഷയം. സംവരണത്തിൽ സുപ്രീം കോടതി ഭരണഘടനയെ മുറുകെ പിടിച്ചുകൊണ്ടാണ് ഈ നിരീക്ഷണം നടത്തിയിരിക്കുന്നത്. എന്തായാലും സുപ്രീം കോടതിയിൽ നിന്ന് മികച്ച ഒരു വിധി ഉണ്ടാകുമെന്ന് നമുക്ക് കരുതാം.